കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ശ്രീ കെ മുരളീധരൻ. സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടിയില്ലാത്ത നേതാവ് അദ്ദേഹമാണ് ഇന്ന് വ്യൂ പോയിന്റിൽ. സ്വാഗതം. തുടങ്ങുമ്പോൾ ശബരിമലയിൽ നിന്ന് തന്നെ ഇപ്പോൾ തുടങ്ങേണ്ടി വരും. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ശബരിമലയാണ്. ശബരിമലയുടെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൻ്റെ നിലപാട് സുപ്രീം കോടതി വിധി ഒരു കാരണവശാലും നടപ്പാക്കാൻ സാധിക്കില്ല എന്നാണോ? ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു മതത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് സംവത്സരങ്ങളായി തുടർന്നു വരുന്നത് പരിപാലിക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ശബരിമലയുടെ കാര്യത്തിൽ ആ നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ കോടതിയുടെ ഇടപെടൽ ശരിയല്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. കോടതിയുടെ വിധിയിൽ തന്നെ പാളിച്ചകളുണ്ട്. അതാണ് പാർട്ടി തന്നെ റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്തത് പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ്. അതിൻ്റെ തീരുമാനം വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കേണ്ട കാര്യം അല്ല. ഇതിൽ ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണിത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ത്രീയുടെ തുല്യതയ്ക്കുള്ള അവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. സ്ത്രീകൾക്ക് തുല്യതയ്ക്കുള്ള അവകാശം നിഷേധിക്കുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ പ്രവേശിക്കാം, 10 വയസ്സ് വരെ പ്രവേശിക്കാം. ഇതൊരു പ്രായത്തിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഇത്തരം റിവ്യൂ പെറ്റീഷൻ വരുന്നത്. ഇവിടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഈ വിധിയെ സ്വീകരിക്കണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അല്ല, അഖിലേന്ത്യാ നേതൃത്വത്തിന് ഈ പറഞ്ഞ പോലെ ലിംഗ വ്യത്യാസം എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ കേരള നേതാക്കൾ ചെന്ന് ആ വിധിയുടെ പ്രത്യാഘാതങ്ങളും എന്താണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ നിയമനിർമ്മാണം ഉൾപ്പെടെ ആവശ്യപ്പെടാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. എന്തായാലും ഇപ്പോൾ 22-ന് റിവ്യൂ ഹർജികളും റിട്ട് ഹർജിയും പരിഗണിക്കാനിരിക്കുന്നു. അതിൽ സുപ്രീം കോടതി ഖണ്ഡിതമായൊരു അഭിപ്രായം പറയുന്നു. ഭൂരിപക്ഷ വിധിയാണെങ്കിൽ കൂടി ഇത് നടപ്പാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരണം. അതിപ്പോൾ BJPക്കാരുടെ ഈ കാണിക്കുന്ന പരാക്രമങ്ങൾ ഇത് ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അങ്ങനെയുണ്ടെങ്കിൽ അവർക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കല്ലേ നിയമം കൊണ്ടുവരാൻ കഴിയുക. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെതിരാണ്. അവർ എല്ലാവരും കയറ്റണം എന്നുള്ള അഭിപ്രായമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സ്റ്റേറ്റിലും അധികാരത്തിലില്ല, കേന്ദ്രത്തിലുമില്ല. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല ലീഗലായിട്ട്. ഞങ്ങൾക്ക് കോടതി മുഖാന്തരം ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരണമെന്ന് പറയാം. അത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. BJP വിചാരിച്ചാൽ നാളെ ഇപ്പോഴും ലോക്സഭയിൽ മാർച്ച് 1-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കൂ. ഫെബ്രുവരി 28-ാം തീയതി സമയമില്ലേ? ഈ സമയത്ത് അവർക്കൊരു നിയമം കൊണ്ടുവന്നൂടെ? അതായത് സുപ്രീം കോടതി വിധി എതിരാണെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടാണെങ്കിൽ പോലും ഈ ആചാരം സംരക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് ഗവൺമെൻറ് ജോലി. അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വിധി വന്ന ഉടൻ രമേശ് ചെന്നിത്തല ഇതിനെ സ്വാഗതം ചെയ്യുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് ചിലപ്പോൾ പറഞ്ഞത് ഈ ലിംഗത്തിൻ്റെ എന്താണ് ലിംഗസമത്വം എന്നുള്ള ആശയത്തിനോടാണ് അദ്ദേഹം യോജിച്ചിട്ടുള്ളൂ. ഇവിടെ അതല്ലല്ലോ വിഷയം. ലിംഗസമത്വം എന്നുള്ള ആശയത്തിനോട് യോജിക്കുന്നു. പക്ഷേ ഈ വിധിയെ അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ലിംഗസമത്വത്തിനോട് പാർട്ടിക്ക് യോജിപ്പുണ്ട്. അല്ല, അദ്ദേഹം സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. സുപ്രീം കോടതിയിൽ ലിംഗസമത്വം എന്ന വാചകത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ വിധിയെ സ്വാഗതം ചെയ്തിട്ടില്ല അദ്ദേഹം. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് ഇത് വിശ്വാസികളുടെ വികാരത്തെ ബാധിക്കാനിടയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് കുറെ കൂടെ ആലോചനയോടുകൂടി ഒരു തീരുമാനം ഞാൻ പറഞ്ഞു ആചാരങ്ങളിൽ കോടതി ഇടപെടുന്ന രീതി ശരിയല്ല. നമ്മളിപ്പോൾ ഒരു ജഡ്ജിനെ പേഴ്സണലായിട്ട് വിമർശിക്കുമ്പോഴാണ് കോട്ടലക്ഷ്യമാവുന്നത്. ഇപ്പോൾ മുമ്പ് തന്നെ അറിയാലോ, ജഡ്ജിമാർ ചുമ്പന്ന് വിളിക്കുക, വിധിയെ വിമർശിക്കുന്നതിന് വിധിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. അത് ചൂണ്ടിക്കാണിക്കണം. കാരണം ജഡ്ജിമാരും മനുഷ്യരല്ലേ. പക്ഷേ ഈ നാമജപ ഘോഷയാത്രയുമായി വിശ്വാസികൾ തെരുവിലിറങ്ങുന്നത് വരെ കോൺഗ്രസോ BJPയോ ആരും ഇവിടെ യാതൊരു പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിരുന്നില്ല. അവരിറങ്ങിയതിന് ശേഷമാണ് കോൺഗ്രസും BJPയും. ഞങ്ങളൊരിക്കലും ഇതിൻ്റെ പേരിൽ ഹർത്താൽ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. ഈ ശബരിമലയിൽ യുവതികളെ കയറ്റി ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ പോലും ഞങ്ങൾ ഹർത്താലല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കരുതിനാണ് ആചരിച്ചത്. ഹർത്താൽ നടത്തിയതും ബഹളുണ്ടാക്കിയത് RSS ആണ്. ആ ഒരു ലക്ഷ്യം. അതിനെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. കെ സുധാകരനെ പോലെയുള്ള ആളുകൾ, നേതാക്കന്മാർ നിലയ്ക്കലിൽ പോയി തെരുവിലിരുന്ന് സമരം ചെയ്തിരുന്നു. അല്ല, അതിന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഭക്തർക്ക് ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, പാർട്ടി ലേബൽ പാടില്ല. അങ്ങനെ ചെയ്യാലോ.
പക്ഷേ കെ സുധാകരൻ പോയത് പാർട്ടി കോൺഗ്രസ് അവിടെ ഒരു കോൺഗ്രസ് ഭക്തനെന്നുള്ളതിലേക്കാണ് അദ്ദേഹം പോയത്. അല്ല, കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് ഇവിടെ യുവതികൾ പ്രവേശിച്ചാൽ തടയും എന്ന് പറഞ്ഞു. ഞാൻ ചെന്നാലും അതല്ലേ പറയുള്ളൂ. ഞാൻ കെ മുരളീധരൻ്റെ വ്യക്തിയല്ലല്ലോ. ഞാൻ കെ മുരളീധരൻ ചെന്നാൽ പറയും മുൻ KPC പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ MLA എന്ന് പറയുമല്ലോ. അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളവിടെ പോകുന്ന ഭക്തർ എന്നുള്ള നിലയ്ക്കാണ്, അല്ലാതെ MLA എന്നുള്ള നിലയ്ക്കോ പാർട്ടിയുടെ സ്ഥാനം നോക്കിയിട്ടോ അല്ല. സുധാകരൻ അതിനെ ചെയ്തു. അദ്ദേഹത്തെ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹം ചെയ്തു. പക്ഷേ പിന്നീട് കോൺഗ്രസ് തന്നെ പിന്നീട് പറയുന്നു ഞങ്ങളിനി പ്രത്യക്ഷ സമരത്തിനില്ല എന്ന്. സുധാകരന്റെ സമരം കഴിഞ്ഞതിന് ശേഷമാണ് ആ നിലപാടെടുക്കുന്നത്, ഞങ്ങളിനി പ്രത്യക്ഷ സമരത്തിനില്ല. കോൺഗ്രസ് അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിശ്വാസികളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം സമരമല്ല, ആദ്യത്തെ ഒരു ഉപവാസം നടത്തിയത് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അത് അപ്പോഴും സമരമല്ല, കൊടി പിടിച്ചിട്ട സമരമല്ല, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വന്നത് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അത് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡ് അന്ന് നിന്നും കറക്റ്റ് തന്നെ, ഞങ്ങളുടെ സ്റ്റാൻഡ് മാറിയിട്ടില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ തൃശ്ശൂർ ജില്ല ഉദാഹരണമായിട്ടെടുത്താൽ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് ജയിക്കാനായത്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് തോറ്റു, UDF തോറ്റു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ചെറുതല്ലാത്തൊരു ശതമാനം BJPയിലേക്ക് മാറി എന്നൊരു വിലയിരുത്തലുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അത് ആ ഒരു ഭീതി കോൺഗ്രസിനുണ്ടോ? കൂടുതൽ ഹിന്ദു വിശ്വാസികളുടെ വോട്ട് BJPയിലേക്ക് അങ്ങനത്തെ ഒരു ഭയമൊന്നുമില്ല. അതൊക്കെ ഒരു ചില പ്രത്യേക വികാരത്തിൻ്റെ പേരിലുണ്ടായതാണ്. അന്നൊക്കെ എന്താണ് കോൺഗ്രസ് മുഴുവൻ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നു എന്നുള്ള ഒരു ഇത് ഭൂരിപക്ഷ സമുദായത്തിനുണ്ടായി. ന്യൂനപക്ഷങ്ങൾക്ക് അവസാനം ചില തെറ്റിദ്ധാരണകളുണ്ടായി. പക്ഷെ ഇപ്പോൾ ആ കൺഫ്യൂഷനൊന്നും അവർക്കില്ല. കാരണം പേരാമ്പ്ര പള്ളിക്ക് ബോംബെറിഞ്ഞത് RSS അല്ല, CPM ആണ് കല്ലെറിഞ്ഞത്. കല്ലെറിഞ്ഞു. പക്ഷേ ഈ പ്രശ്നം ഉന്നയിക്കുന്ന അതേ തീവ്രതയോടുകൂടി ഇപ്പോൾ ഈ ഹർത്താലിൽ നടന്ന സംഘപരിവാറിൻ്റെ അക്രമങ്ങളെ കോൺഗ്രസ് വിമർശിക്കുന്നേയില്ല. കോൺഗ്രസ് പറയുന്നത് ശുദ്ധ തോന്നിയാസാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ നേരിടേണ്ടവരാ. ഞങ്ങളൊരു തെറ്റാണ്, ഈ അക്രമത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് അപലപിച്ചു. ഈ അക്രമികളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന അതാണ്. ഇന്ന് ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ കുറേ RSSകാർക്കൊക്കെ എതിരായിട്ട് കേസെടുത്തല്ലോ, ഞങ്ങൾ ഇത് പോരാ, കരികരി ചെയ്ത അതിലെ അക്രമമാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. എന്താ ഗവൺമെൻറ് നിലപാടെടുക്കാൻ കഴിയാത്ത എന്താ? പോലീസിൽ കാവികൾ വന്നു, ഞങ്ങളാണ് ഉത്തരവാദി. ഈ സർക്കാർ വന്നതിന് ശേഷം ലോകനാഥ് ബെഹ്റയുടെ DGP ആയി വന്നതിന് ശേഷം എങ്ങനെ പോലീസിനെ കാവ്യവൽക്കരിക്കപ്പെട്ടു അത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല CBIയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ ഇയാളെ പരിഗണിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനെ നരേന്ദ്രമോദി പരിഗണിക്കുകയോ? വേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പരിഗണിക്കുകയോ? ഇല്ലല്ലോ. ലോകനാഥ് ബെഹ്റയെ പരിഗണിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം കേന്ദ്രത്തിന് വളരെ വേണ്ടപ്പെട്ടവനാണ്. ഈ അക്രമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ എന്താ ഉണ്ടായത്? ഗവൺമെൻറ് പറഞ്ഞു പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു. ഈ വ്യാപാരികൾ തന്നെ ചില അക്രമികളെ പിടിച്ച് പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ലേ അത്? അതുകൊണ്ടല്ലേ ലോ ആൻഡ് ഓർഡർ തകരാറാവുന്നത്. ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നുവെങ്കിൽ ലോ ആൻഡ് ഓർഡർ തകരാറാവുമോ? ഞങ്ങൾ പറയുന്നു അവരെ ശക്തമായിട്ട് നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് ആ ദിവസങ്ങളിലൊക്കെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ CPM BJP CPM സംഘപരിവാർ സംഘർഷം അല്ലെങ്കിൽ അക്രമം എന്ന് കൂട്ടിച്ചേർത്താണ് പറയുന്നത്. അതുണ്ടല്ലോ, CPMകാർ അതിൻ്റെ കൂടെ അക്രമം കാണിക്കാൻ തോന്നില്ല. അവർ ചെയ്യാൻ പാടുണ്ടോ? അവർ ഭരണകക്ഷിയല്ലേ, ഭരണകക്ഷി ആത്മസമയം പാലിക്കണ്ടേ? അവരെന്താ ഈ അക്രമത്തിന്റെ ഒരു തോത് നോക്കിയാൽ സംഘപരിവാർ അക്രമവും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ ഇത് രണ്ടും തുലനം ചെയ്യാവുന്ന അളവിലാണോ ഉണ്ടായത്? അല്ല, അവരൊരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. ഒരിക്കലും CPM അങ്ങനെ ഈ സംഘപരിവാറിൻ്റെ കൂടെ ചാടാൻ നിൽക്കരുത്. സംഘപരിവാറിൻ്റെ ലക്ഷ്യം എന്താ? കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ മോശമാണെന്ന് തെളിയിക്കണം. ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടല്ലോ, ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിൻ്റെ പേരിൽ പിണറായി സർക്കാരിനെതിരായിട്ട് കേന്ദ്രം നടപടിയെടുത്താൽ അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. പാർലമെൻറ്റിൽ അത് വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ നിന്നൊന്നും മാറി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോകുന്നു. താങ്കൾക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുഴുവൻ ചുമതലയുമുണ്ട്. എല്ലാ കാലത്തും എന്ന പോലെ ഇത്തവണയും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് താഴെത്തട്ടിൽ നിന്ന് സജഷൻസൊക്കെ വാങ്ങി അങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്ന് ഇത്തവണയും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്.
അതങ്ങനെയൊക്കെ നടക്കുമോ? പാർട്ടിയിൽ ആര് സ്ഥാനാർത്ഥിയായി വരണമെന്നുള്ളതിനെക്കുറിച്ച് ജില്ലകളിൽ ചർച്ച നടത്തി നിർദ്ദേശങ്ങൾ മേലേക്ക് വരിക, അതാണ് മഹാഭൂരിപക്ഷം അംഗീകരിക്കുക. എന്നാൽ ചില സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്കറിയാം എല്ലാ വിഭാഗവുമാണല്ലോ. ഇപ്പോൾ കുറച്ച് ബുദ്ധിജീവികൾ വേണം, സാംസ്കാരിക നായകന്മാർ വേണം. കാരണം പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാതലത്തിൽ ചർച്ച നടത്തി അഭിപ്രായം അറിയിക്കണം. അഭിപ്രായം അറിഞ്ഞ് പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ അത് ജില്ലാ കമ്മിറ്റികളെയും ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡയറക്ഷൻ. ഫെബ്രുവരി മാസം 20-ാം തീയതിയോടുകൂടി തന്നെ കാൻഡിഡേച്ചർ എന്ന തീരുമാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. സിറ്റിംഗ് MP-മാർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? സിറ്റിംഗ് MP-മാരെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണല്ലോ. ഇനി അവർ വേണോ വേണ്ടതെന്നുള്ള അവർ തീരുമാനിക്കണം. ഇപ്പോഴുള്ള സിറ്റിംഗ് MP-മാരൊക്കെ നല്ല രീതിയിൽ പാർലമെൻറ്റിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ്. അവരെ ആരും മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലില്ല. പക്ഷേ ദീർഘകാലമായി പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പുതിയ ആളുകൾക്ക് കടന്നു വരാനുള്ള അവസരം അതിനുണ്ടല്ലോ. ഞാൻ പറയും, ഇപ്പോൾ സിറ്റിംഗ് MP-മാർ എത്രയുണ്ട്? ഇപ്പോൾ ഷാനവാസ് മരണപ്പെട്ടു, ബാക്കിയുള്ള സിറ്റിംഗ് MLA-മാർ കഴിഞ്ഞാലും ധാരാളം ഉണ്ടല്ലോ സീറ്റ്. സിറ്റിംഗ് MP-മാർ ആകെ 8 പേര്, ഇപ്പോൾ 7 പേരേ ഉള്ളൂ. അതിലിപ്പോൾ KPC പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ സീറ്റിലൊക്കെ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലുള്ള വിജയസാധ്യതയുള്ള ഒരു എന്താ പറയേണ്ടത്, അദ്ദേഹം ആണെങ്കിൽ ഞങ്ങൾക്കൊരു ഉറച്ച സീറ്റാണത്. അപ്പോൾ അങ്ങനെയുള്ള സീറ്റിലിപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളുടെ കാൻഡിഡേറ്റ് മാറാൻ പാടില്ല എന്ന്. അങ്ങനെ കൂടെ നോക്കേണ്ടി വരും. അതായത് KPCC പ്രസിഡന്റ് ആയിരിക്കെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരുപക്ഷെ വയനാട് മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ സേവനം പാർലമെൻറ്റിന് ആവശ്യം തന്നെയാണ്. കാരണം കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പറയുന്ന ഒരു പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വടകര അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സേഫായിട്ടുള്ള സീറ്റ് തന്നെയാണ്. കാരണം അവിടെ ഒരു MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അദ്ദേഹത്തിന് ഒരു സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അദ്ദേഹത്തിന് പകരം ഒരു കാൻഡിഡേറ്റ് ആരാന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കൊന്നും ഞങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കുന്നതാണ് പാർട്ടിക്ക് ഗുണകരം? തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് UDF-ന് ഉറച്ചൊരു സീറ്റ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് മത്സരിക്കാൻ സാധ്യമല്ല എന്നുള്ള സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതായാലും ആ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും സിറ്റിംഗ് MP-മാരുടെ പെർഫോമൻസിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ താങ്കളുടെ പ്രസംഗം വളരെ കൗതുകരമായിട്ടൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും വയനാടുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ വയനാട് ഒരു ഷുവർ സീറ്റാണെന്നുള്ളൊരു ധാരണയില്ല. അത് ശരിയല്ല അങ്ങനത്തെ നിലപാട്. കാരണം വയനാടിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ വയനാട് 3 സീറ്റ്, പിന്നെ 3 സീറ്റ് മലപ്പുറം ജില്ലയിൽ, 1 സീറ്റ് കോഴിക്കോട്. അതിൽ UDF സ്ഥിരമായിട്ട് ജയിക്കുന്ന 2 സീറ്റേ ഉള്ളൂ, വണ്ടൂരും ഏറനാടും. ബാക്കിയെല്ലാം ഇത്തവണ പോയല്ലോ. ഇത്തവണ ബാക്കി സീറ്റുകളൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ള സീറ്റൊന്നും ഇല്ല കേരളത്തിൽ. കോൺഗ്രസിൻ്റെ ഏത് സീറ്റാണെങ്കിലും ഫൈറ്റ് ചെയ്ത് ജയിക്കേണ്ട സീറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ ഉറച്ചൊരു UDF സീറ്റ് എന്ന് പറയാൻ മലപ്പുറമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള സീറ്റുകളെല്ലാം വിളകുന്ന സീറ്റുകളാണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അത് നോക്കിയിട്ട് വേണമല്ലോ കാൻഡിഡേച്ചർ ഇടാം. ഇത് വയനാടാണെന്ന് കേൾക്കുന്ന ഉടനെ എന്നാൽ ശരി വയനാട് അങ്ങ് നിന്ന് കളയാം എന്ന് പറഞ്ഞ് ചില ആളുകൾ വന്നു. ഞാൻ ആരും വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചല്ല, പക്ഷെ അതൊന്നും ശരിയല്ല. എല്ലാ സീറ്റും ഫൈറ്റ് ചെയ്യേണ്ട സീറ്റുകളാണ് എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. പക്ഷേ അത് ചോദിക്കാനൊരു കാര്യമുണ്ട്. കാരണം വയനാട്ടിലേക്ക് ഒരുപാട് പേരുകൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ശ്രീ K. മുരളീധരൻ്റെ പേരും കേൾക്കുന്നുണ്ട്. വയനാട് അല്ല, ഞാൻ ഒരു കാര്യം കൂടി അതിലൊരു അഡീഷൻ ഉള്ളത്, അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചു 1,00,000 വോട്ട് നേടിയ വ്യക്തിയാണ് താങ്കൾ. അത് മറ്റൊന്നും കൊണ്ടല്ല. അതിൽ 3-4 സീറ്റുകൾ പഴയ കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ MLA ആണ്. ഇപ്പോൾ അങ്ങനെ വേറെ മാറി മത്സരിക്കേണ്ടതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ കുറെ കൂടെ സജീവമായി ഇടപെടേണ്ട അവസരം അത് പാർട്ടി അനുവദിച്ചാൽ താങ്കൾ അത് സ്വീകരിക്കും? ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ സ്റ്റേറ്റിലേക്ക് വന്നത്. ഞാൻ ആദ്യം തന്നെ ലോക്സഭയിലായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ KPC പ്രസിഡൻഷിപ്പ് ഒഴിയേണ്ടി വന്നൊരു സാഹചര്യത്തിൽ അന്ന് ദേശീയ നേതൃത്വമാണ് എന്നോട് സ്റ്റേറ്റിലേക്ക് നിൽക്കാൻ പറഞ്ഞത്. എനിക്കന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനെപ്പോഴും ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ പ്രവർത്തനം ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. കാരണം ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി സ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാനാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു. അല്ല, വയനാടിൻ്റെ കാര്യത്തിൽ വേറൊന്നും കൂടിയുണ്ട്. ഒന്ന്, താങ്കൾക്ക് പരിചിതമായ സ്ഥലം, താങ്കൾക്ക് കുറച്ചുകൂടെ
എളുപ്പത്തിൽ ജയം ഉറപ്പാക്കാവുന്ന ഒരു സ്ഥലം. വേറൊന്ന്, അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ നിലപാട് അവിടെ പ്രധാനമാകാറുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഏറ്റവും സ്വീകാര്യനായ വ്യക്തികളിൽ ഒരാൾ കെ മുരളീധരനാണ്. ഇത്രയും അനുകൂല ഘടകങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൽ താല്പര്യക്കേടില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തള്ളി നിൽക്കുമ്പോൾ അതായത് അധികം MLA അല്ലേ, പിന്നെ അധികം കൂടെ വന്നിട്ട് ഞങ്ങളുടെ അവസരം ഇല്ലാതാക്കണോ എന്നുള്ള ചിന്തയുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. കെ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൽ തന്നെ പുതിയ വലിയ ചേരിതിരിവുകൾക്കൊക്കെ കാരണമായ ഒരു രാഷ്ട്രീയ പ്രവേശനമായിരുന്നു കെ മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രവേശനം. ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ പെട്ടെന്ന് കേരളത്തിലെ ഡിജിറ്റൽ പ്രചാരണ വിഭാഗത്തിൻ്റെ തലവനായി നിയമിക്കപ്പെടുന്നു. എല്ലാവരും വളരെ എളുപ്പത്തിൽ അതങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയും നാളും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമോ ഉത്തരമോ ഒന്നുമില്ല. അത് വളരെ സ്വാഭാവികമായി അങ്ങ് സ്വീകരിക്കപ്പെട്ടു. കാലം ഉണ്ടാക്കിയ മാറ്റമാണോ അത്? അല്ല, ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിനെ ഏറ്റവും അനുകൂലിച്ച് ശ്രീമാൻ AK ആയിരുന്നല്ലോ. അദ്ദേഹം വന്ന് എതിർത്തിരുന്നെങ്കിൽ ഞാൻ കാൻഡിഡേറ്റ് ആവില്ലല്ലോ. കാരണം ഞാൻ രംഗത്ത് വന്നിട്ട് അധിക കാലമായിരുന്നില്ല. ഓൾ ഇന്ത്യ മറ്റേ സേവാദളിൻ്റെ സ്റ്റേറ്റ് ചെയർമാൻ എന്നുള്ളൊരു പോസ്റ്റ് അത് തന്നെ അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. സെപ്റ്റംബറിൽ ഞാൻ സേവാദളിൻ്റെ സ്റ്റേറ്റ് ചെയർമാനായി, നവംബറിൽ ഞാൻ കാൻഡിഡേറ്റായി. അപ്പോൾ അന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ് പുതിയ ആളുകൾ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ, അതുകൊണ്ട് മുരളിക്കും അങ്ങനെ അവസരം കൊടുക്കണം എന്നുള്ള സ്റ്റാൻഡാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മീഡിയയുടെ ചുമതല ഡിജിറ്റൽ മീഡിയയുടെ ചുമതല മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിനപ്പുറമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ചെറുപ്പക്കാരും വേണ്ടേ പാർട്ടിക്കകത്ത്? ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്സിൽ ഒക്കെ വരുന്ന സമയത്ത് ലോക്സഭ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യസഭ, നിയമസഭ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവണ്ടേ? അതിൽ ഈ പറഞ്ഞ പോലെ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവരുണ്ടാവാം, ഹൈടെക് രംഗത്ത് നിന്ന് വരുന്നവരുണ്ടാവാം. ഇതെല്ലാം കൂടി എല്ലാവർക്കും പാർട്ടിക്കകത്തൊരു സ്പേസ് ഉണ്ട്. ഒരാൾ വന്നുകൊണ്ടൊന്നും വേറെ ആളുടെ സ്പേസ് ഇല്ലാതാവില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശ്രീ അനിൽ ആൻ്റണി നല്ല മിടുക്കനാണെന്ന് എനിക്കറിയാം. എനിക്ക് അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം കർട്ടൻ്റെ പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ട് അതിൽ പ്രവർത്തിച്ച് മികവ് തെളിയിച്ച ആളാണ്. അദ്ദേഹമൊക്കെ പൊതുരംഗത്ത് വരികയാണെങ്കിൽ അതിനൊക്കെ സ്വാഗതം ചെയ്യണം. അതിനിപ്പോൾ AK ആൻ്റണിയുടെ മകനായി പോയി എന്നുള്ളത് കൊണ്ട് വന്നുകൂടാന്ന് പറയുന്നത് ശരിയല്ല. ഞാനതല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ AK ആൻ്റണിക്ക് ഒരു പക്ഷേ കെ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതോ MP സീറ്റ് കൊടുക്കുന്നതോ ഒന്നും AK ആൻ്റണി അതിനെ എതിർത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികളോ വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മാറിമറിയലുകളോ ഒക്കെ സംഭവിച്ചു ആ പ്രവേശത്തോടെ. പക്ഷേ അതൊന്നും, അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. കാലത്തിൻ്റെ മാറ്റം. അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു റയർ കേസുകളായിട്ട് വന്നിരുന്നതാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും അധികം ഞാൻ വന്ന സമയത്ത് എതിർത്ത, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങളെ വിട്ടുപോയ വീരേന്ദ്രകുമാറും അദ്ദേഹവും അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ അതൊരു പ്രശ്നമല്ല. അതൊക്കെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയും. നമ്മൾ ഈ KPCC പുനഃസംഘടനയിലേക്ക് കൂടി വരാം. KPCC പുനഃസംഘടന കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കാറായി. എന്തായാലും ഇപ്പോൾ അടുത്ത് KPCC പുനഃസംഘടന ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഹൈക്കമാൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വെച്ച് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വിപുലമായിട്ടുള്ള അഴിച്ചുപണി, അങ്ങനെയാണ് ഡയറക്ഷൻ ഡൽഹിയിൽ നിന്ന് തന്നിട്ടുള്ളത്. അത് ഈ 15-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. KPCCയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നാണ്. അതെ, ചെറിയൊരു പുനഃസംഘടന നടത്തുക, ചെറിയ രീതിയിൽ വിപുലമായിട്ടുള്ള ഇത് അതിന് ശേഷം, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ DCC പ്രസിഡന്റുമാർ സ്ഥാനത്ത് നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കാര്യം പരിഗണിക്കുന്നുണ്ട് പുതിയതായിട്ട് വയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ നിലവിൽ തന്നെ ജംബോ കമ്മിറ്റിയാണ് എന്ന പരാതി വലിയ തോതിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജംബോ കമ്മിറ്റി ഇനി ഉണ്ടാവില്ല. ജംബോ കമ്മിറ്റികളെ വെച്ചാലൊന്നും പ്രവർത്തനം നടക്കില്ല. അതുകൊണ്ട് ലിമിറ്റഡ് ആയിരിക്കുക, എന്നാൽ വല്ലാതെ ചുരുങ്ങൂല്ല. പക്ഷേ ഈ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം, ഗ്രൂപ്പുകൾ എന്തായാലും ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ്. ഗ്രൂപ്പുകളുടെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആക്സെപ്റ്റൻസ് ഉള്ളവരെയായിരിക്കണം വെക്കേണ്ടത്. അത് ഏത് ഗ്രൂപ്പാണെങ്കിലും. ഗ്രൂപ്പുണ്ട്, യാഥാർത്ഥ്യമാണ്.
ഇത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞൊരു സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തുമ്പോൾ ആ കമ്മിറ്റി ആയിരിക്കണം നിയമസഭാ ഇലക്ഷൻ പാർട്ടിയെ നയിക്കേണ്ടത് എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ സമൂലമായിട്ടുള്ള അഴിച്ചുപണി ഉണ്ടാവും. ഈ സമൂലമായ അഴിച്ചുപണി എന്ന് പറയുമ്പോൾ താങ്കളടക്കമുള്ള ആളുകൾ, താങ്കളെപ്പോലുള്ളവർ ഇടയ്ക്കെങ്കിലും ആവശ്യപ്പെടാറുണ്ട് ഇതൊരു താഴെത്തട്ടിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വരണം, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ ഇന്ന് അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടൊരു ഗുണം ആദ്യമൊക്കെ കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. ആദ്യം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ 3 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ നടന്ന ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയും, യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തി, ഈ അടുത്ത കാലത്ത് KC ഇലക്ഷൻ നടത്തി, ആരെങ്കിലും അറിഞ്ഞോ? എന്തെങ്കിലും വേറെ ഉണ്ടായോ? ഇലക്ഷൻ സ്മൂത്തായിട്ട് നടന്നല്ലോ. ഇതിപ്പോൾ എന്തോ ഇലക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ചിലർ പറയാം അതാ എന്തോ ഒരു ഭീകര ജീവി വരുന്നു. അതാണ് തകരാറ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. പക്ഷേ അതിനെ തടയുന്നത് ഇവിടുത്തെ ഗ്രൂപ്പ് മാനേജർമാർ തന്നെയല്ല. അതാണ് പറഞ്ഞത്. അതില്ലായിരുന്നുവെങ്കിൽ പാർട്ടി ഇങ്ങനെ ഈ താഴെത്തട്ടിൽ ഇത്രയേറെ ഒരു ശോഷണം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ താഴെത്തട്ടിൽ ബൂത്തുകൾ പുനഃക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി വന്നതിന് ശേഷം അതിന് സ്ട്രിക്റ്റായിട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശം താഴെത്തട്ടിൽ പാർട്ടി ഉണ്ടാക്കണം. ആ പ്രവർത്തനത്തിൽ ഒരു 70% പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വേറൊരു വിഷയം കൂടെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വന്ന ഭരണഘടനാ ഭേദഗതി, സാമ്പത്തിക സംവരണം അനുവദിച്ചുകൊണ്ടുള്ളത്, അതിനെ വളരെ പെട്ടെന്ന് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് സന്നദ്ധമായ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം നിലവിലുള്ള സംവരണം നിലനിർത്തിക്കൊണ്ട് 50% ഉണ്ടോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ജനറൽ കോട്ടയിൽ 10% മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ദേശീയ നയം. പക്ഷേ ഇവിടെ സംഭവിച്ചത് പെട്ടെന്ന് തന്നെ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഞങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കപ്പെടുന്നില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഒരു എലക്ഷൻ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ നയം തന്നെയാണ്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ നടപ്പാക്കാനല്ല. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പൂർണ്ണമായിട്ട് ദൂരീകരിച്ചതിന് ശേഷം വേണം ഇത് കൊണ്ടുവരാൻ. മാത്രമല്ല സംസ്ഥാന നിയമസഭകളും പാസ്സാക്കണം, അല്ലെങ്കിൽ ഇതിന് നിയമത്തിൻ്റെ പരീക്ഷ കിട്ടില്ല. അവർ പറയുന്ന പോലെ ഇത് കോടതി നാളെ തള്ളിപ്പോകുന്നത്. അവസാനമായ ഒരു കാര്യം കൂടി, ഇപ്പോൾ LDF സർക്കാരും ഇതേപോലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഭരണഘടനാ ഭേദഗതി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ദേവസ്വം ബോർഡിൽ നടപ്പാക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ LDF സർക്കാരിന് അത് വേണമെങ്കിൽ നടപ്പാക്കാം. മുന്നോക്ക വിഭാഗങ്ങളിലെ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ UDF അതിനെ പിന്തുണയ്ക്കുമോ? അല്ല, അത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ദേവസ്വം ബോർഡുകളിൽ ഇപ്പോൾ എത്ര ശതമാനം മുന്നോക്കക്കാരുണ്ട്, എത്ര ശതമാനം പിന്നോക്കക്കാരുണ്ട്, അതുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടെ പരിശോധിച്ചതിന് ശേഷം വേണം തീരുമാനം എടുക്കാൻ. ഇപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നത് ഞങ്ങൾക്കിപ്പോഴും നമ്പർ കുറവാണ്, അതുകൊണ്ട് നടപ്പാക്കരുത് എന്നാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ കേരളത്തിലെ LDF ഗവൺമെൻറ് ആ കാര്യം ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളെ ക്ഷണിക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായാലും പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയട്ടെ, സിറ്റുവേഷൻ നോക്കി ചെയ്യാം. വളരെയധികം നന്ദി.